ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതൊരു ലേറ്റ് വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി ദീപാവലിയിൽ ഷൂട്ട് ചെയ്ത കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കിടുന്നത്. ഇത് ഞങ്ങളുടെ ദീപാവലി ക്രാക്കേഴ്സ് എല്ലാവരുടെ വീട്ടിലും കുറച്ച് പടക്കം മേടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മളുടെ വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വഴിയെ കാണിച്ചു തരാം. ഈ ഗണ്ണൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് പടക്കം കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുട്ടികളുണ്ടെങ്കിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ മോൾക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ഇതൊക്കെ. പക്ഷേ വാങ്ങിക്കുമ്പോൾ അങ്ങനെ പൊട്ടിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ മോളാണിത്. അവരുടെ പാരൻസിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പുള്ളിക്കാരത്തിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചക്രം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതിൽ പ്ലാസ്റ്റിക്കിലും വരുന്നുണ്ട്, അല്ലാതെ പേപ്പറിലും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യും പോലെ ഒന്ന് എടുത്തതാണ്. ഇത് കുറച്ച് സ്പീഡായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഈ ഓരോരോ ടൈപ്പ് ഓഫ്, എനിക്കതിൻ്റെ കൃത്യമായിട്ടുള്ള പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവർ അടികൂടണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം രണ്ട് ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരും താമസിക്കുന്ന ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പം ഈ കമ്പിത്തിരി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ഫൺ മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടുമ്പോഴത്തേക്കും അവരിങ്ങനെ കളിക്കാറുണ്ട്. അപ്പം ഇപ്രാവശ്യം ദീപാവലിക്ക് വന്നപ്പോഴത്തേക്കും കുറച്ച് പടക്കം ഇങ്ങനെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഈ താഴെ ഇട്ട് വെറുതെ പൊട്ടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേപ്പർ പടക്ക് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ കൃത്യം പേരൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ മോൾക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. അവൾ പിന്നെ അത്ര പേടിയൊന്നുമില്ല. മോളുടെ പേര് നന്ദന ശങ്കർ എന്നാണ്. പിന്നെ ഓരോരോ ഇതായിട്ട് അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ 2 സെലോ ടേപ്പ് വരണ ഒരാൾ ഒന്ന് പൊട്ടിക്കുന്നു, ഒരാൾ വേറൊരു സെലോ ടേപ്പ് പൊട്ടിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരു തമാശ മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് പിന്നെ അവരുടെ സന്തോഷം കാണുമ്പോഴത്തേക്കും എനിക്കൊരിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കമ്പിത്തിരി, ചെറിയ കമ്പിത്തിരി, അങ്ങനെയൊക്കെ കുറച്ച് ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അതൊക്കെ അൺബോക്സ് ചെയ്തു. ഇത് പിന്നെ അല്ലാതെ ഈ നോർമൽ പടക്കമാണ്. അത് കുറച്ച് ഡേഞ്ചറാണ്, കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാറില്ല. പിന്നെ അത് ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഈ പടക്കം പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ ഈ ബുള്ളറ്റ്സാണ്, ഈ ഗണ്ണിൽ വെക്കാൻ പറ്റുന്ന ഈ ബുള്ളറ്റ്സാണ്. ഇപ്രാവശ്യം കുഞ്ഞ് ഗണ്ണാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഗണ്ണും ബുള്ളറ്റ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും അടികൂടാതിരിക്കാനാണ് അങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ബുള്ളറ്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് അത് പൊട്ടി. അങ്ങനെ 2 പേർക്ക് ഓരോ കളറും അവർ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വാങ്ങിച്ചു. ഈ ബുള്ളറ്റ്സ് വെക്കുന്ന ഒരു കാര്യമാണ് അവൾ കാണിച്ച് തരുന്നത്, ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വേറൊരു ടൈപ്പ് ഒരു പേപ്പർ പോലത്തെ ഒരു ബുള്ളറ്റ്സ് ആയിരുന്നു. അത് ബുള്ളറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പോൾ അതിപ്പോഴുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ആ ബോംബെ ഓർമ്മ ഉണ്ട് കേട്ടോ. ബോംബെയിലാണ് സത്യം പറഞ്ഞാൽ ദീപാവലി എന്നുള്ള ഒരു ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് നമ്മൾ കൂടുതലും അറിയുന്നത്. ഇവിടെയും ഉണ്ട്. ഇവിടെ ദീപാവലിയിൽ അന്നും തലേദിവസവും നല്ല പടക്കം അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെയല്ല, ഒരു 5 days ഓഫ് വലിയൊരു ഗ്രാൻഡ് സെലിബ്രേഷനാണ്. ദീപാവലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്നുള്ളത്. അങ്ങനെ ഇവരിത് ആദ്യം തന്നെ ഈ ബുള്ളറ്റ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഈ പടക്കം ഒന്ന് പൊട്ടിക്കാനായിട്ട് നോക്കിയാണ്. അപ്പോൾ നമ്മൾ ഗൈഡൻസ് വേണം കേട്ടോ. അപ്പോൾ നമ്മളും കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മോൾക്ക് കണ്ടില്ലേ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇതിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഗണ്ണ് വെച്ചിട്ട് തന്നെ ആദ്യം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഗൈഡൻസ് ആയിട്ട് നമ്മൾ ഉണ്ടടുത്ത്. അപ്പോൾ ഒരു വൈകിട്ട് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം കുറച്ചൊന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നല്ല ഒരു ലൈറ്റ് എഫക്റ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കമ്പിത്തിരി കത്തിക്കാനായിട്ട് തുടങ്ങി. കമ്പിത്തിരി കത്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ 7 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇരുട്ടി. അപ്പോഴത്തേക്കാണ് ആ ലൈറ്റിൻ്റെ ഇത് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മോൾക്ക് ഭയങ്കര പേടിയാണ്, ഇവൾക്ക് പിന്നെ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ ഒന്നൊന്നായിട്ട് അങ്ങനെ കത്തിക്കാനായിട്ട് തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. കുറച്ചേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, 2 പേർക്ക് ഷെയർ ചെയ്ത് കളിക്കാനുള്ള കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് തന്നെയാണ്. കുട്ടികളുണ്ടെങ്കിൽ തന്നെ വീട്ടിലൊരു ഫെസ്റ്റിവലാണ്. അത് എസ്പെഷ്യലി കുറച്ച് സ്മാർട്ടി ആയിട്ടുള്ളൊരു കുട്ടികൾ വേണം. ഇവൾ കണ്ടോ പേടിച്ച് പോകുന്നത്.
കുറച്ച് പേടിയാണ്, പക്ഷേ ഇച്ചിരിയൊക്കെ ഒരു പേടി വേണം. ബട്ട് ഓക്കെ, കുഴപ്പമില്ല. എന്താ അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അവളെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടതാണ്. ലൈക്ക് അവൾക്ക് ഓക്കെ ആണെങ്കിൽ പൊട്ടിക്ക്, ഇല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതാ 1-2 ജസ്റ്റ് ഇങ്ങനെ ഒരു ദീപാവലി എന്നുള്ളൊരു സെലിബ്രേഷന് വേണ്ടിയിട്ട്, അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒന്നൊന്നായിട്ട് നമ്മൾ പടക്കം അങ്ങനെ പൊട്ടിക്കാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, എന്താ കൃത്യമായിട്ട് പറയുക ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനത്തെ ഇത്, പിന്നെ തറച്ചക്രം, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു ഫൺ മൊമെൻ്റ് ആയിരുന്നു. പെട്ടെന്ന് ടൈം പോയത് തന്നെ സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ചേട്ടനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. ഞാൻ 1-2 റീല് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാനും 1-2 ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ വാങ്ങിച്ചു തരുമായിരുന്നു എനിക്ക് ഈ ഒരു പടക്കൊക്കെ ദീപാവലി സമയത്ത്. സോ അത് ഞാനിങ്ങനെ ഈ 5 ഡേയ്സ് അവിടുത്തെ പരിപാടിയുണ്ട്. അപ്പോൾ ഈ കുറച്ചായിട്ട് 5 ഡേയ്സ് ഞാനിങ്ങനെ വെച്ചിങ്ങനെ കത്തിക്കാറുണ്ട്. പക്ഷേ ഒരു 7th ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നിർത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങനെ മേടിക്കാറൊന്നും ഇല്ലായിരുന്നു. അതുവരെ ഉണ്ടായിരുന്നു, ഒരു 6th സ്റ്റാൻഡേർഡ് വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഈ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഈ കത്തിച്ച് കളയുന്ന ഏർപ്പാട് എനിക്കെന്തോ ഒരു വേണ്ട എന്ന് തോന്നി. അങ്ങനെ അപ്പോൾ ഒന്നൊന്നായിട്ട് അവർ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 മാത്രം ഞാനും ഒന്ന് കത്തിക്കാനായിട്ട് നിന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ 1-2 റീൽസും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അല്ലാതെ നമുക്കങ്ങനെ വലിയ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സ്പേസിൽ നമുക്ക് ചെറുതായിട്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് സേഫായിട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി നേരത്തെ പോസ്റ്റ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ലേറ്റായിപ്പോയി. പിന്നെ അധികം വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ ഒരു താല്പര്യവും കുറഞ്ഞ് വന്നു. അപ്പം മോളുടെ അമ്മയും ഉണ്ടായിരുന്നു, അപ്പോൾ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചിക്ക് അങ്ങനെ വേണ്ട, എൻ്റെ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ അത് ഓരോരുത്തരുടെ പ്രൈവസിയാണ്, അത് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ചേച്ചി ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതുകൊണ്ട് ഞാൻ നോർമൽ നൈറ്റ് ഡ്രസ്സിൽ തന്നെയായിരുന്നു, വീട്ടിലിടുന്ന നോർമൽ ഡ്രസ്സിൽ തന്നെയായിരുന്നു. ജസ്റ്റ് ഒരു ഫൺ മൊമെൻറ്റ് അത്രയേ ഉള്ളൂ. ചിലതൊക്കെ ഈ പകുതി മാത്രം കത്തിയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഒന്നുകൂടെ കത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊക്കെ ഡേഞ്ചർ സാധനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. എല്ലാ ദീപാവലി സമയത്തും എന്തെങ്കിലും ഒരു അവിടെ ഇവിടെയോ എന്തെങ്കിലും ഒരു അപകടം നമുക്ക് കേൾക്കാൻ പറ്റാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു 1-2 ഞാൻ റീൽസൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ഒരു അപകടം പറ്റിയതുപോലെയൊക്കെ തോന്നി. പക്ഷേ എല്ലാവരും സേഫാണ്, അങ്ങനെ വലുതായിട്ടൊന്നും പറ്റിയില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ ഈ കറങ്ങുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഉള്ള സ്പേസിൽ നമ്മളുടെ ഒരു കുഞ്ഞാഘോഷം അത് അത്രയും ചെയ്തു. അങ്ങനെ വലുതായിട്ടൊന്നും നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഈ കുട്ടികളുടെ സന്തോഷം അതാണല്ലോ മെയിൻ. അപ്പോൾ ഈ ബക്കറ്റ് വെച്ചിരിക്കുന്നത് അവർ ചെയ്യുന്ന ഓരോ കമ്പിത്തിരി ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ കാലിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾ 3 പേരും കൂടെ വെറുതെ ഒന്ന് കത്തിച്ച് നോക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു റീലായിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്കും ഇതൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ വാങ്ങിച്ച് തരുമായിരുന്നു. പിന്നെ കുറേ ആയി വാങ്ങിച്ചിട്ട്. അങ്ങനെ പിന്നെ ഇതിപ്പോൾ ഇവളും കൂടെ വന്നത് കൊണ്ടാണ്, ചേട്ടൻ്റെ മോളും കൂടെ വന്നത് കൊണ്ടാണ് നമ്മളിതൊക്കെ വാങ്ങിച്ചത്. അല്ലെങ്കിൽ നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല. മോൾക്ക് മാത്രമാണെങ്കിൽ പേടിയാണ്. അങ്ങനെ ഒരു കുഞ്ഞ് ദീപാവലി ആഘോഷം മറ്റൊരു നല്ല വീഡിയോയിൽ കാണും വരയ്ക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.